ചാനൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഏതാണെന്ന് വെച്ചാൽ ഗൈസ് മിങ്കുവിൻ്റെ ബർത്ത്ഡേ ആണ് April 13. അന്ന് വേറെ സ്പെഷ്യൽ ഡേ കൂടെയാണ്. അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ മിങ്കുവിനോട് ഞങ്ങൾ പറഞ്ഞുള്ളത് April 13 വരുമെന്നാണ്. മിങ്കു അറിയാതെ ഞങ്ങൾ ഇന്ന് പോവുകയാണ്. April 11 ആണ് ഗൈസ്. ഇന്ന് വ്ളോഗ് എടുക്കുന്നത് April 11 ആണ്. ബട്ട് ഇത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. സോ ഇവിടെ അക്ഷതയും ഹർഷിനിയും ഉണ്ട്, ബദ്രിയും ഉണ്ട്. ഇവർ ഇവിടെ ഗിഫ്റ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. ഇവിടെ അക്ഷിത ഹർഷിന് ഇവിടെ ഹെൽപ്പ് ചെയ്യുകയാണ്. അക്ഷിത ഇവിടെ എന്താണ്ടൊക്കെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കുകയാണ്. നോക്ക് ഗൈസ്, ബാക്കി അടച്ചിന് കാണിക്കാം. ഗൈസ് നമ്മൾ ഓൺലൈൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഹർഷിനുണ്ട്, അക്ഷിതയുണ്ട്. ഗൈസ് നമ്മൾ ഫാദിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞത് നമുക്ക് വഴി അറിയത്തില്ല. ഫാദിനോട് നിൽക്കാൻ പറഞ്ഞു, നമുക്ക് വഴി അറിയത്തില്ല. അറിയാമോ? മിനിഹയുടെ റോഡിന്റെ വഴി എത്തി ഗൈസ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അക്ഷര നമുക്ക് ഗൈസ് ബദ്രി ഫാദർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഗൈസ് ഫാദിലും ബദ്രി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇപ്പം ഞാനും ഹർഷിനിയും ഞങ്ങൾ മൂന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അംഗനവാടി മിൻഹ പറഞ്ഞ അംഗനവാടി അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഇടവഴി, അത് ഉള്ളിലോട്ട്. അപ്പം അത് ഭയങ്കര ചെറുതായതുകൊണ്ട് ഇതിലെമ്പഴി ഓട്ടം ഗൈസ് ഞാനാണ് ഏറ്റവും ഇവിടെ നമുക്ക് നോക്കാം മിനിഹയുടെ റിയാക്ഷൻ. നമുക്ക് ഫാദിന്റെ ബദ്രി പോയി ഗൈസ്. മിൻഹ പറഞ്ഞ പാലം ഗൈസ്, മിൻഹ പറഞ്ഞ പാലം ഇതാണ് ഗൈസ്, കുഞ്ഞിപ്പാലം. ഭയങ്കര വലിയ പാലമാണ്. സോ മിൻഹ പറഞ്ഞ പാലം ചപ്പൽ ചവറും കിടക്കുന്ന മിൻഹയുടെ വീട്ടിലോട്ട് കണ്ടിട്ടുണ്ട്. മിൻഹ പറഞ്ഞ പാലം ഒത്തിരി. ഇതാണോ വീട്? ഗൈസ് ഫാദിന്റെ ഡൗട്ടാണ് ഗൈസ്, മിൻഹ ഉണ്ടെന്ന് അറിയാം. വലിയ വീടാ. അയ്യോ അതെന്തേലും കണ്ടില്ലേ വാഴച്ചോട്ട് വിളിച്ചിങ്ങനെ വാഴകൾ. അയ്യോ എനിക്ക് ചമ്മ വിളിക്കണ്ട ഗൈസ്. മിൻഹയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. പിടിച്ച് നേരെ വെച്ചോ, നേരെ കഷ്ടം റിയാക്ഷൻ നോക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ മിൻഹയുടെ റിയാക്ഷൻ നോക്കാൻ പോവുകയാണ്. മിൻഹ അകത്തിരിപ്പുണ്ട്. മിൻഹ അറിഞ്ഞിട്ടില്ല നമ്മൾ വന്നത്. സോ മിൻഹ അറിയാതെ മിൻഹയുടെ റൂം നമുക്ക് തുറന്ന് നോക്കാം. ബദ്രിയും ഇപ്പോൾ നമ്മൾ അകത്ത് ഡോറ് തുറക്കാൻ പോവാണ് ഗൈസ്. ഹലോ സർപ്രൈസ് ഗൈസ്. മിങ്കു ഭയങ്കര സർപ്രൈസ്ഡ് ആയി. സർപ്രൈസ് നമ്മൾ കണ്ടിട്ടുണ്ട്. മിൻസ ഗൈസ് മിൻഹയുടെ അനീത്തിയാണ് ഗൈസ്. പിന്നെ പറഞ്ഞിട്ട് വേണം ബർത്ത്ഡേക്ക് വരാൻ. കൊള്ളല്ലോ, ബർത്ത്ഡേക്ക് പറഞ്ഞിട്ട് വേണം വരാൻ. മിൻഹ സീക്രട്ട് കോഡിലാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചതാണോ അറിയത്തില്ല. തുറന്നു ഫീൽ ചെയ്തേ. പതിയല്ല അത് പറ്റിയാണ്. അത് ഫുള്ള് നിവർത്തി വെച്ചിട്ടെടുക്കാൻ മതി. മിനിഹ പോലെ തന്നെ ഉണ്ട്.
ഇവിടെ 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 അയ്യോ ഇതെന്തോ ഇനി നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിക്കാം. എല്ലായിടത്തും ഇട്ടിരിക്കും. ഒരു തല എടി അത് ഷോർട്ട് ആക്കണം ഇത്. പോട്ട് താഴെ വീഴുമോ? പോട്ടെ. ഇതത് കൊള്ളാം. എവിടുന്നാ ചോദിക്ക്? അല്ല പത്മ അല്ലല്ല ഫോട്ടോ എടുത്ത് പൊട്ടിക്ക്. അയ്യോ ആന്റി പറഞ്ഞ പോലെ സുളിങ്ങോ ഇത് ഹാൻഡിന്റെ വീട്ടിൽ നിന്ന് തന്നെ പൊതിഞ്ഞ വീട്ടിൽ നിന്ന് പൊതിഞ്ഞാ അല്ല താഴെ വീഴും. അയ്യോ താഴെ വീണ് തുറന്നു. ഒട്ടിച്ചില്ല. ബുക്ക എല്ലാം തുറന്നു. ഇതേടെയാണ് എങ്ങനെ നോക്കണേ നേരെ ശരിക്കും ഇത് ഞാൻ വിചാരിച്ചു വാങ്ങണമെന്ന്. അക്ഷിതയുടെ അക്ഷിത അല്ലേ എന്ന് പറഞ്ഞ് ഗിഫ്റ്റിനകത്ത് പേര് എഴുതുകയാണ് ഗൈസ്. ഹർഷിനി റെഡിയാണ് ഗൈസ്. ഇതാണ് മിൻഹയുടെ അനിയത്തി മിൻസ. നമ്മൾ മിൻഹയുടെ വീട്ടിൽ ബർത്ത്ഡേ ഒക്കെ കേക്ക് കട്ടിയിട്ടുണ്ട്. നമ്മളിനി ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം. നമ്മൾ ഫാമിലി ഇവിടെ നടക്കുകയാണ്. അക്ഷരയും മിൻഹയും മിൻസയൊക്കെ ഫ്രണ്ടിൽ പോയി. ഹലോ ഗൈസ്, ഞങ്ങൾ നടക്കുകയാണ് ഫാദിൻ്റെ വീട്ടിലേക്ക്. ഇനി പകുതി എത്തി. വളരെ ദൂരെ ആയതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. അവിടെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയാണ് ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഒരെണ്ണത്തിൽ ഒരു ബോധം ഇല്ലാതെയാണ് ഗൈസ് നടക്കുന്നത്. എനിക്ക് ബോധമുണ്ട്. എവിടെ എത്തും വഴി എവിടെ ഇങ്ങോട്ട് കാണിക്കുന്നു. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ബ്ലോഗ് അടിക്കുന്നത്. അതൊക്കെ പോകും. നമ്മൾ ഫാദിൻ്റെ വീട്ടിലെത്തി ജ്യൂസ് കുടിക്കുകയാണ്. മിങ്കു അവിടെ അപ്പുറം പോയി ഗൈസ്.